ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ എൻ്റെ പുരക്കാണ് കേട്ടുള്ളത് കോട്ടൂരിൽ. അപ്പോൾ പുരയിലൊക്കെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്ത് സംഭവിച്ചെങ്കിൽ ചെറിയൊരു പരിപാടി കേട്ടോ. പരിപാടി എന്താണെന്ന് വെച്ചെങ്കിൽ ഉപ്പാവും മാവും ഹജ്ജിന് പോവാന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മൗലൂദും കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ഫുഡും കൂടി കൊടുക്കുന്നൊരു ചടങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പന്തലിലോട്ട് സെറ്റാക്കിയിട്ട് ആൾക്കാരെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഷെഫീഖും ഷെബീറും പോയിട്ട് ഐസ് വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഐസിലിട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ട് കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഐസിലിട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഐസ് ഡ്രമ്മിലേക്കാക്കിയിട്ട് ഇതുപോലെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചൂട് കാലത്ത് തണുത്ത വെള്ളം ഇല്ലാണ്ട് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ ഐസ് ഇട്ടിട്ട് വെള്ളം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഐസിനെല്ലാം പൊട്ടിച്ചിട്ട് ഡ്രമ്മിലേക്ക് ഇട്ടിട്ട് വെച്ചിന് അതിൻ്റെ മുകളിലേക്ക് തന്നെ ബോട്ടിലും ഇട്ടിട്ട് ഓരോന്നേരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുത്തങ്ങ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിള്ളമാരിലെല്ലാവരും നല്ല ഹെൽപ്പാക്കിന് കേട്ടോ. അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വെക്കുന്ന ആൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും ഓരോരോ ഫുഡേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നുള്ളത് ബീഫ് കറി, നെയ്ച്ചോറ്, പിന്നെ പയറ് കറി, പിന്നെ മീൻ കറി, ചിക്കൻ കറി, അങ്ങനെയെല്ലാം കേട്ടോ ഫുഡ്. അപ്പോൾ അതെല്ലാം ഏകദേശം അവർക്ക് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ട് ബത്തക്ക സെറത്തും പുന്നാർപ്പുളിയിട്ട കസുകസ് സെറത്തും ഇതാട്ടോ നമ്മളിന്ന് ജ്യൂസ്. അങ്ങനെ വലിയ 3 ഡ്രം ജ്യൂസും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചൂടായതുകൊണ്ട് എല്ലാവർക്കും ജ്യൂസ് തന്നെ ആയിട്ടുണ്ടാകും പാണ്ടെന്ന് വെച്ചിട്ട് അതും കൂടി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി ഏകദേശം പയറ് കറി റെഡി ആയിട്ടുണ്ട്, ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നെയ്ച്ചോറ് വെക്കാൻ പിന്നെ ചിക്കൻ കറീൻ്റെ പണി കുറച്ച് ബാക്കിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം മൗലിതൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ തുടങ്ങിയിട്ട്. അപ്പോൾ വെറുതെ ഫ്രീ ഉള്ള ടൈമിൽ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഫ്രീ ഉള്ള ടൈമിൽ മാത്രമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആളും തിരക്കെല്ലാം കാണുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അങ്ങനെ അവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് കുറച്ചും അങ്ങോട്ട് മാറുന്ന സമയത്ത് നോക്കി ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ പയറ് കറിയും ബീഫ് കറി അങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള ഉള്ളി കട്ടാക്കുന്ന കേട്ടോ. മാഷാ അല്ലാഹ് എത്ര പെട്ടെന്ന് കേട്ടോ ഇവർ ഈ കത്തി കൊണ്ട് മാത്രം കട്ടാക്കി എടുക്കുന്നത്. മെഷീനിലൊന്നും ഇട്ടല്ല കേട്ടോ അവർ കട്ടാക്കി എടുക്കുന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഫുഡ് റെഡി ആയിട്ടുണ്ടാകും. നമ്മൾ ഈ ഇത്രക്കുള്ള ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു 10 ആളുണ്ടെങ്കിൽ തേയില സമയത്തിന് ആവില്ല കേട്ടോ. കാരണം ഇവർ ഈ കത്തി കൊണ്ട് തന്നെ പെട്ടെന്നാണ് കേട്ടോ കട്ടാക്കിയുള്ളത്. അപ്പോൾ നമ്മളെ ഫാമിലി ആയാലും എൻ്റെ വീട് കൂടിയാലും അങ്ങനെ എല്ലാത്തിനുള്ള ഫുഡും ഉണ്ടാക്കിയതാണ് നമ്മളെ കാസർഗോഡിലെ കൊല്യത്തെ ഷാഫിച്ചാണ് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഫുഡും ഉണ്ടായിരുന്നു. എല്ലാവർക്കും സെർവ് ചെയ്യാനും അവർ അടിപൊളിയായിട്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യത്തിലൊന്നും ടെൻഷനൊന്നും ഉണ്ടായിട്ടാ. ഒരു 10 കൈയുള്ളത് പോലെ എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് തന്നിന് കേട്ടോ. നമുക്ക് അതുകൊണ്ട് ഷാഫിച്ചാൻ്റെ ഫുഡ് ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും ടെൻഷൻ ഉണ്ടായിട്ടാ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറുടെ താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ കേട്ടോ. എൻ്റെ വീട് കൂടിയുള്ള പരിപാടിക്കാണെങ്കിലും നമ്മളെ ഫാമിലീസിലെ എല്ലാ പരിപാടിക്കും നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വിളിക്കല് ഷാഫിച്ചാനെ കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും ടെൻഷനൊന്നും ഉണ്ടാവില്ല. എന്തായെങ്കിലും സമയത്തിന് ഷാഫിച്ച ഫുഡ് റെഡിയാക്കിയിട്ട് നമുക്ക് തരലുണ്ട്. 4-5 ഒന്നിച്ചുള്ള സപ്ലൈ പിള്ളേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവരും എത്ര പെട്ടെന്ന് തന്നെ എല്ലാം നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. എന്തിനും നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാ. നമ്മൾ എല്ലാം വെറുതെ നിന്ന് കൊടുത്താൽ മാത്രമാണ് കേട്ടോ. അങ്ങനെ മൗലൂദ് തുടങ്ങിയിട്ട് കഴിയാനായി എന്നിട്ട് സാവിച്ച പെട്ടെന്ന് നെയ്ച്ചോറ് വെച്ചിട്ട് ഇതുപോലെ എണ്ണയെല്ലാം റോസ്റ്റ് ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുത്തുകൊണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് നമ്മളെ പരിപാടി. അന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് കേട്ടോ. മഴയൊക്കെ ഉണ്ടാകുന്നതൊക്കെ ടെൻഷൻ ഉണ്ടായതുകൊണ്ടും ഷീറ്റും പന്തലൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അന്നങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടില്ല, ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല. അങ്ങനെ ഒരാളേ വന്നിട്ട് ഇരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വന്നിട്ട് എല്ലാം മൗലൂദ് തോന്നുന്ന ഉള്ളിലാണ്, പുറത്താരും ഉണ്ടായിട്ടൊന്നുമില്ല. അങ്ങനെ തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് എല്ലാവർക്കും പോകാൻ പറ്റിയിട്ടുണ്ട്. കാരണം അത്രയ്ക്കധികം സ്പേസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒരേ ടൈമിലല്ല കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. റഷ്യയിലെല്ലാം ഓരോരോ ടൈമിൽ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ മൗലൂദ് കഴിഞ്ഞിട്ട് എല്ലാവരും പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ഫ്രണ്ട് സൈഡ് വന്നിട്ട് നോക്കിയതാണ്. അങ്ങനെ ഏകദേശം എല്ലാം റെഡിയാണ് കേട്ടോ. ഒരാളെ വന്ന ആൾക്ക് ജ്യൂസ് കൊടുത്തോണ്ടും പള്ളിക്ക് പോകുന്ന ആൾ പള്ളിക്ക് പോയിക്കൊണ്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് സൈഡ് കുറച്ച് ഈ സൈഡ് ഇങ്ങനെ പന്തിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കേക്കും കാര്യങ്ങളും ഉണ്ടായി. അതും കൂടി ഒരു ഹോർലിക്സ് കൊടുക്കാന്ന് വെച്ചാൽ വന്നാക്കെല്ലാം കൊടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ അതും കൂടി എല്ലാം പൊട്ടിച്ചിട്ടിന് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഇത്ര പെട്ടെന്ന് നമുക്കിങ്ങനെ പരിപാടിയിൽ കഴിയുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. കാരണം നമ്മൾ വിചാരിച്ച പോലെ നടക്കണം എന്നും നടക്കില്ല കേട്ടോ. പക്ഷേ ഇത് അൽഹംദുലില്ലാ നമ്മൾ വിചാരിച്ചതിനായിട്ടും ഭംഗിയായിട്ട് എല്ലാം നടന്നിട്ടാ. വിളിച്ചതിൽ 3/4 ഭാഗം ആൾക്കാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ആരും വരാതെ ഒന്നും വന്നിട്ടൊന്നുമില്ല. വിളിച്ചതിൽ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ അടിപൊളിയായിട്ടുള്ള നമ്മളെ പരിപാടി കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പോയി ഒന്ന് സാപ്പിച്ചാൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ട് നോക്കിയിട്ടാ ഫുഡൊക്കെ റെഡി ആയിട്ട്. അങ്ങനെ നെയ്ച്ചോറിന് അരിയിടാൻ മാത്രം ബാക്കി ഉണ്ടായിരുന്നു. അതിന് വെള്ളം തിളച്ച് കഴിഞ്ഞെങ്കിൽ നെയ്ച്ചോറിന് അരിയിട്ടിട്ട് ദമ്മിട്ടം മതി എന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡിനെ നമുക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ അരിയപ്പന് വന്നിട്ട് ചോറ് വയ്ക്കുന്നതിന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നിട്ടും കുറേ സമയം ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വെറുതെ നിന്നേ കേട്ടോ. കാരണം ആൾക്കാർ ലോറ് നിസ്കരിച്ചിട്ട് 1 മണിയാകുമ്പോൾ കേട്ടോ ഫുഡ്
വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവർക്കും വെക്കുന്നതൊക്കെ മുന്നേ വെച്ചിട്ട് പോകാൻ അങ്ങനെയും കൂടി വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. സാപ്പിച്ച ഫുഡ് റെഡിയാക്കി ചെയ്ത് ദമ്മിട്ടും ചെയ്ത് അങ്ങനെ എല്ലാവരും ഒരാളെ ഇരുന്നിട്ട് വെച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫ്രീ ആയിട്ടൊരു പരിപാടി കൂടിയത് ഇത് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം എന്ത് പരിപാടിക്കും നമ്മുടെ തിരക്കായിട്ടൊന്നും നേരെ എത്താലേ പിടിക്കാലേ അങ്ങനെയൊക്കെ ആവലുണ്ട്. ഇതൊരു ഫ്രീ ആയിട്ടൊരു പരിപാടി കഴിഞ്ഞ് വിടുമ്പോൾ സന്തോഷം കൂടിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിഞ്ഞിട്ടായിട്ട് ഫുഡ് പിന്നെ കൊടുക്കുന്ന ഇതാക്കുന്ന തിരക്കിലെല്ലാം ആയിട്ടുണ്ടായിരുന്നു. പിള്ളമാർ ജ്യൂസ് കുടിക്കുന്നത് അങ്ങനെ ജ്യൂസൊന്നും ഒട്ട് ബാക്കിയിട്ടാ പിന്നെ നമ്മൾ കലക്കിക്കൊണ്ടായിരുന്നു. ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ജ്യൂസ് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. പാല് ഷേക്ക് അങ്ങനെ അതുപോലത്തെ ഉള്ള ഐറ്റംസ് നമ്മൾ ആക്കിയിട്ട് ലൈറ്റായിട്ടുള്ള ഇതുപോലത്തെ ജ്യൂസ് ആയെങ്കിൽ എല്ലാവർക്കും നേരെ കുടിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിള്ളമാർ പിന്നെ കളിയും ചിരിയും ജ്യൂസ് കുടിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഫുഡ് വിളമ്പാം പള്ളിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് വരാനായെന്ന് വെച്ചിട്ട് എല്ലാവരും പിന്നെ ഫുഡിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. പിന്നെ സപ്ലൈ പിള്ളേർ മാത്രമല്ല നമ്മളെ ഫാമിലീസിലെ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് സപ്പോർട്ടാക്കി കേട്ടോ. ആണ് പിള്ളേരായെങ്കിലും പെണ്ണ് പിള്ളേരായെങ്കിലും എല്ലാവരും വന്നിട്ട് ഒന്നിച്ച് വന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കുന്ന കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ചിക്കൻ കറീനൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അവരെടുക്കുന്ന കേട്ടോ. പിന്നെ പെട്ടെന്ന് പോകുന്നവർക്ക് ഫുഡ് വിളമ്പാന്ന് വെച്ചിട്ട് അങ്ങനെ വിളമ്പാനും കൂടി കഴിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് ഉപ്പാനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഉപ്പ ചോറും കറിയും ഫസ്റ്റത്തെ പ്ലേറ്റ് ഉപ്പന്നെ വിളമ്പിക്കോട്ട് എന്ന് വെച്ചിട്ട് സാപ്പിച്ച വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ എല്ലാ കാര്യത്തിൽ സാപ്പിച്ചാനും കാട്ടിയും ആയിട്ട് വേറെ ആരും ഒന്നും കാണുന്നില്ല. അങ്ങനെ ചോറ് വിളമ്പാനിപ്പോൾ വിളിക്കുന്ന സമയത്ത് ദമ്മയിക്കാന്ന് വെച്ചിട്ട് അവർ രണ്ടാളെത്തിയിട്ട് അങ്ങനെ ദമ്മും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ചോറ് വിളമ്പുന്നത് കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടായിരിക്കും, ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫുഡ് വിളമ്പുന്നതിൻ്റെ. അങ്ങനെ അവർ ദമ്മെല്ലാം പൊട്ടിച്ചിട്ട് എടുത്തിന് കേട്ടോ. പിന്നെ പരിപാടീൻ്റെ വീഡിയോസ് എടുക്കുന്ന അവരും കൂടി വീഡിയോസ് എടുക്കുന്നതിന് കേട്ടോ. നമുക്കും കൂടി കുറച്ച് വീഡിയോസ് വേണമെന്ന് വെച്ചിട്ട് എല്ലാവരും അപ്പാൻ്റെ പിള്ളേർ ചാച്ചാൻ്റെ പിള്ളേർ അങ്ങനെയൊക്കെ വീഡിയോസെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി അടിപൊളിയായിട്ട് ചോറിനെ ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇളക്കിയിട്ടാ. അങ്ങനെ ഉപ്പാനും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡിൻ്റെ വീഡിയോ എടുക്കുന്ന നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അജ്ജിന് പോകുന്നാട്ട് മുന്നേ എല്ലാവരും വിളിച്ചിട്ട് ഒരു ഫുഡ് കൊടുക്കുന്നൊരു പതിവ് നമ്മളെ നാട്ടിലുണ്ട് കേട്ടോ. ഒരു മൗലൂദും കൂടി ഓതിയിട്ടാണ് കേട്ടോ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 11:30 മണിയാകുമ്പോൾ മൗലൂദ് ഓതിയിട്ട് ഒരു 12 കാലമാകുമ്പോൾ മൗലൂദ് കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് നമ്മൾ ഫുഡ് സെർവ് ചെയ്ത് കൊടുത്തിയാന്ന് എല്ലാവർക്കും നല്ല പോലെ എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. എത്താതെ ഒന്നും ആയിട്ടില്ല, എല്ലാവർക്കും നേരെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉപ്പാനെ വിളിച്ചിട്ടാ ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപ്പാണ് കേട്ടോ ഫസ്റ്റ് ഫുഡ് നെയ്ച്ചോറ് വിളമ്പിനിട്ട് ഇറച്ചിക്കറി വിളമ്പിനുണ്ടായിരുന്നത് ഷെഫീക്കാണ് കേട്ടോ ആങ്ങളെ. പിന്നെ എല്ലാം നമുക്കറിയുന്ന തന്നെ ആളായതുകൊണ്ട് ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടായിരുന്നു കേട്ടോ. അവന് പിള്ളേഴ്സും എല്ലാ കാര്യങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു സപ്ലൈ പിള്ളേരെല്ലാം. അങ്ങനെ ബിസ്മിയും കൂട്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റത്തെ ചോറിൻ്റെ വിളമ്പിന് കേട്ടോ. അങ്ങനെ ഉപ്പ ഫുഡും കൂടി വിളമ്പിന് കേട്ടോ. ഫുഡ് വിളമ്പിയിട്ട് ഫസ്റ്റത്തെ പ്ലേറ്റ് ഉപ്പന്നെ കൊണ്ടു കൊടുക്കിട്ടിട്ട് ഇപ്പോൾ പിള്ളേരിൽ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറച്ചിക്കറി വിളമ്പിനത് ആങ്ങളേട്ടാ ഷെഫീക്ക്. അങ്ങനെ ഇറച്ചിക്കറി കൊണ്ട് വിളമ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറച്ചിക്കറിയും കൂടി വിളമ്പിന്. പിന്നെ ബാക്കിയുള്ള കറി ഒരാളായിട്ട് വിളമ്പിന് എടുത്തിന് കേട്ടോ. അങ്ങനെ ഇറച്ചിക്കറി ആങ്ങളെ വിളമ്പുന്നതായിട്ട് ഇത്. പിന്നെ ഫുഡ് വിളമ്പാക്കിയതിന് ശേഷം പിന്നെ ടൈം ഒട്ടും ഉണ്ടായിട്ടാ. ഒരാളെ വന്നുകൊണ്ട് പിന്നെ വിളമ്പിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ കൂടുതലും ഫോണും വീഡിയോസ് പിടിച്ചെടുക്കൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടാ. പിന്നെ വിളമ്പിയിട്ട് ഒരാൾക്ക് കൊണ്ടുകൊടുത്ത് പിള്ളേരെല്ലാം ഫസ്റ്റിന് ഇരിക്കട്ടെ. എല്ലാം പിള്ളേർ കുറേ സമയം വന്നിട്ടിരിക്കുന്നതല്ലായിട്ട് പിള്ളേരെല്ലാം ഫുള്ള് ഫുഡൊക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ നെയിലാക്കിൻ്റെ അതിലെ വേറെ പോലത്തെ പിള്ളേരെ കിട്ടിയൊക്കെ പിന്നെ എന്ത് ചോദിക്കണം കേട്ടോ. അവർക്ക് പിന്നെ പിള്ളേരൊക്കെ കൂടി കളിക്കൽ തന്നെ കേട്ടോ. പിന്നെ പിള്ളേർക്കെല്ലാം ബൈക്കിട്ട് കൊടുക്കുന്നതിനെടുക്കുന്ന ബാക്കിയുള്ളതെല്ലാം ഉമ്മാരെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെതാ നമ്മൾ സാപ്പിച്ച ഫുഡെല്ലാം എല്ലാവർക്കും ഒരാൾക്കേ വിളമ്പിരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും കൂടിയിട്ട് അടിപൊളിയാക്കിയിട്ട് നമ്മളെ പരിപാടി ഭംഗിയാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ആണുങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞ ശേഷം പെണ്ണുങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം കസാലയൊക്കെ സപ്ലൈ പിള്ളേരെല്ലാം അട്ടി വെച്ചിട്ട് എല്ലാവരും സെറ്റാക്കിയിട്ട് വെച്ചിന് കേട്ടോ. പിന്നെ ഒരു 4-5 മണി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോകാനുള്ള പുറപ്പാടിലാണ്. ഷൂവും ചെരുപ്പൊക്കെ എല്ലാവരും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ വന്നവരെല്ലാവരും ഒരാളായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൗലൂദ് കഴിഞ്ഞിട്ടും ഉച്ച കഴിഞ്ഞിട്ടും ആൾക്കാർ വരുന്നതിനൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും രാത്രി വരെ ഒരാളായിട്ട് വന്നുകൊണ്ടുണ്ടായിരുന്നു.
അങ്ങനെ എല്ലാവരും കഴിഞ്ഞതിന് ശേഷം മാങ്ങ, നെല്ലിക്ക, ക്യാരറ്റ്, ചോളം അങ്ങനെയൊക്കെ ഉപ്പിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം രാത്രി എല്ലാവരും കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം അതെല്ലാം എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടിയിട്ടൊന്നും ഉണ്ടായിട്ട് ഒരു ദിവസം മുന്നേ ആയിട്ട് ഇതെല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും അതെല്ലാം കുറച്ചായിട്ട് കഴിച്ചിട്ട് അവരവരയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. ഇതുവരേക്കും ബായ്.